ഈ അപകടത്തിന് വഴിയൊരുക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാരണങ്ങളെ സംബന്ധിച്ച് വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു വാർത്ത. കൂടുതൽ 3 പേരെ പരിക്കേറ്റിട്ട് കൂടുതൽ ഗുരുതരമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. 3 മരണം എന്തായാലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പുരുഷന്മാരും സ്ത്രീയുമാണ്. മാവേലിക്കര സ്വദേശികളെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത്. പരിക്കേറ്റവരെല്ലാം തന്നെ മുണ്ടക്കയത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗുരുതര പരിക്കേറ്റവരെ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കവും ഇപ്പോൾ നടക്കുന്നുണ്ട്. സിജോ, ഈ അപകടം ഉണ്ടായപ്പോൾ ഏറെക്കുറെ യാത്രക്കാരെല്ലാം തന്നെ അവർ സ്വയം തന്നെ മുകളിലേക്ക് കയറി വരികയായിരുന്നു അല്ലേ? നമുക്ക് ലഭിച്ച ആദ്യ പ്രതികരണം തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളുടെയാണ്. അവർ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് നിസ്സാര പരിക്കുകളോട് രക്ഷപ്പെട്ട് പുറത്തെത്തിയ ശേഷം അവർ നടത്തിയ ഒരു പ്രതികരണമാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ ലഭിച്ചത്. അവർ തന്നെയാണ് ഈ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് അറിയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ കാര്യമായ ഒരു പരിക്ക് എത്രമാത്രം വലിയൊരു ഈ 3 പേരുടെ മരണത്തിലേക്കൊക്കെ നയിക്കുന്ന രീതിയിലേക്കുള്ള ഒരു അപകടം നടന്നിട്ടുണ്ടാകും എന്നുള്ളൊരു സൂചന പോലും ആദ്യഘട്ടത്തിൽ ഇല്ലായിരുന്നു. പക്ഷെ പിന്നീടാണ് ഈ ബസ്സിനിടയിൽ പെട്ടുപോയത്. ബസ് മറിഞ്ഞു പോകുമ്പോൾ അത് വൈദ്യുതി പോസ്റ്റ് അടക്കം തകർത്തുകൊണ്ടാണ് താഴേക്ക് പോയത്. അപ്പൊ ബസ്സിനകത്തു നിന്ന് തെറിച്ചു വീണത് സമീപത്തെ പ്രദേശങ്ങളിലേക്ക് വീഴുകയും അവിടെ നിന്ന് ഈ മുകളിലേക്ക് ആളുകളെ കയറ്റിക്കൊണ്ടുവരാനുള്ള ആ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാൻ സാധിക്കും. അപ്പൊ അത്തരത്തിൽ ഈ ആളുകളെ കയറ്റിക്കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴൊക്കെയാണ് ഈ പരിക്കുകളുടെ ആഘാതമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത്തരത്തിൽ ഈ പിന്നീട് 3 പേരുടെ മരണത്തിലേക്ക് എത്തുന്നതും. എന്തായാലും ഈ 30 അടി താഴ്ചയിൽ ഈ ബസ് മറിഞ്ഞത് 30 അടി താഴ്ചയിൽ മരത്തിൽ തങ്ങി നിന്നതുകൊണ്ട് മരങ്ങളുള്ള പ്രദേശമായതുകൊണ്ട് തന്നെ കൂടുതൽ താഴേക്ക് പോകാത്തത് ദുരന്തത്തിന്റെ ആഘാതം കുറച്ചു എന്ന് വേണം പറയാൻ. ഈ ഭാഗത്ത് പലയിടങ്ങളിലും അഗാധമായ കൊക്കയുള്ള പ്രദേശം തന്നെയാണ്. അതുപോലെ വാഹനങ്ങൾ നിരവധി കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. തിരക്കുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ ശബരിമല തീർത്ഥാടന കാലമായതുകൊണ്ട് തന്നെ നിരവധി തീർത്ഥാടകർ അവരുടെ വാഹനങ്ങൾ കൂടുതൽ വന്നു പോകുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് തേക്കടി കുമളി പോലുള്ള ഭാഗങ്ങളിലേക്ക് വിനോദസഞ്ചാരികൾ എത്തുന്ന ഒരു പ്രദേശമാണ്. വിനോദസഞ്ചാരികളുടെ വാഹനം കൂടുതലുണ്ട്. ശബരിമല തീർത്ഥാടക വാഹനമുണ്ട്. അതുകൊണ്ട് തന്നെ റോഡിൽ നിരവധി വാഹനങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലം തന്നെയാണ്. പക്ഷേ രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്, പുലർച്ചെയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് മഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രതികൂല കാലാവസ്ഥ ഏതെങ്കിലും രീതിയിൽ ഈ അപകടത്തിന് വഴിയൊരുക്കുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തഞ്ചാവൂർ പോലെയുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഈ മാവേലിക്കരയിലേക്ക് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടം. അപ്പൊ അതിന്റെ രീതിയിലുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വാഹനത്തിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം തന്നെ പരിശോധന ഉണ്ടാകേണ്ടതാണ്. ഈ വാഹനത്തിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടപ്പോഴുണ്ടായ ഒരു അപകടം എന്നാണ് പൂർണ്ണമായ ഈ പ്രദേശം ഈ ആളുകൾ എന്തായാലും പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ ലഭ്യമാകേണ്ടത് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുന്നുണ്ട്. പ്രാഥമിക ഘട്ടത്തിൽ ഈ പരിക്കേറ്റവരെ പൂർണ്ണമായും ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായും രക്ഷാപ്രവർത്തനത്തിനാണ് മുൻതൂക്കം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഈ പരിക്ക് പറ്റിയ ആളുകളെ ആശുപത്രിയിലേക്ക് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട്. മുണ്ടക്കയത്തെ പീരുമേട്ടിലെയും ആശുപത്രിയിലേക്ക് പ്രധാനമായും കൂടുതൽ ആളുകളും മുണ്ടക്കയത്തേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് ഗുരുതര പരിക്കേറ്റവരെ മറ്റു ആശുപത്രിയിലേക്ക് മാറ്റാവുന്നതിന് ശ്രമിക്കുന്നുണ്ട്. 3 പേരുടെ മരണവും ഉണ്ടായതായും പറയുന്നുണ്ട്. 3 പേർ മരിച്ചവർ മാവേലിക്കര സ്വദേശികളാണ്. ബസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഈ കുട്ടികൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ എന്തായാലും സ്ത്രീകൾ അടക്കം ഉള്ള ആളുകൾ. ഞാൻ സിജോയിലേക്ക് വരാം. ഇപ്പോൾ വാഴയൂർ സോമൻ MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വാഴയൂർ സോമൻ, അവിടെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് വ്യക്തതയുണ്ടോ? 3 മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. പരിക്കേറ്റവരുടെ നില സംബന്ധിച്ചൊക്കെ ആശുപത്രിയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? ഇത് 3 പേര് മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. 34 പേരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇവര് മാവേലിക്കര ഡിപ്പോയിൽ നിന്നും തഞ്ചാവൂർ പോയി മടങ്ങുന്ന വഴിയാണ് അപകടമുണ്ടായത്. പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. വലിയ അഗാധമായ കൊക്കയാണ്. ഭാഗ്യവശാൽ മരങ്ങളിൽ തട്ടി വണ്ടി നിന്നതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ബാക്കിയുള്ളവർക്ക് ഗുരുതരമായ പരിക്ക് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മരിച്ച 3 പേരുടെ ഡെഡ് ബോഡി ഇപ്പോൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അവരുടെ പേര് വിവരം ഞാൻ ആശുപത്രി അധികൃതരുമായിട്ട് ബന്ധപ്പെട്ട് ലഭ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ കോൾ വന്നത്. ഞാൻ വിവരം കിട്ടിയാൽ അന്നേരം തന്നെ പേര് വിവരം. പുലർച്ചെ എത്ര മണിയോടുകൂടി അപകടം ഉണ്ടായെന്നാണ് കരുതുന്നത്? 6 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്.
യെസ്, നല്ല കോടമഞ്ഞൊക്കെ ആയിരുന്നിരിക്കും അല്ലേ അപകട കാരണം? അതെ അല്ല, ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഡ്രൈവർ വിളിച്ചു പറഞ്ഞു എന്നാണ് പറയുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. അത് വലിയ കുത്തനെയുള്ള ഇറക്കമാണ്. വലതുവശം ശരിക്കും വലിയ താഴ്ചയുള്ള സ്ഥലമാണ്. അവിടെ ഭാഗ്യവശാൽ മരങ്ങളിൽ തട്ടി നിന്നതുകൊണ്ടാണ് വലിയ കാഷ്വാലിറ്റി ഒഴിവാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. യെസ്, എന്തായാലും ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും ഇവിടെ റോഡിലേക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. എല്ലാവരെയും രക്ഷപ്പെടുത്തി. എല്ലാവരും ബാക്കിയുള്ളവർ വലിയ ഗുരുതരമായ പരിക്കില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. യെസ്, നന്ദി ശ്രീ വാഴൂർ സോമൻ പ്രതികരിച്ചതിന്. അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് പുല്ലൂപ്പാറ. അവിടെയാണ് അപകടം നടന്നിട്ടുള്ളത്. 3 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. അവരുടെ പേരുവിവരങ്ങൾ സംബന്ധിച്ച ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. പുലർച്ചെ 6 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. ഇടുക്കി പുല്ലൂപ്പാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിയുകയാണ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് പോയതാണ് അപകട കാരണം എന്നാണ് അറിയുന്നത്. മരിച്ചവർ മാവേലിക്കര സ്വദേശികളാണ്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. അവരുടെ ബസ്സായിരുന്നു കൊക്കയിലേക്ക് മറിഞ്ഞത്. 34 പേരുണ്ടായിരുന്നു ആ ബസ്സിൽ. വാർത്തയുടെ വിശദാംശങ്ങളാണ് സിജോ വർഗീസ് നൽകിയത്.